പ്ലസ് ടു കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 1 സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അതിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. ഹെൻറീസ് ലോ എന്താണെന്നാണ് ചോദ്യം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് എന്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും? പ്രഷറിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഹെൻറീസ് ലോ. അതിൻ്റെ ഇക്വേഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ P is equal to KH into chi എന്നാണ്. വേറെ KH എന്ന് പറഞ്ഞാൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ്, P എന്ന് പറഞ്ഞാൽ പ്രഷറും, കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷനുമാണ് പറയുന്നത്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസാണ് വരുന്നത്. 3 ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കേസിലുള്ളത്, ബോട്ടിൽസ് നമ്മൾ എപ്പോഴും സീൽ ചെയ്യുന്ന ഹൈ പ്രഷറിലായിരിക്കും ടു ഇൻക്രീസ് ദ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ. പിന്നെ 2 മെഡിക്കൽ കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്, ബെൻസ് എന്ന് പറയുന്നു, അനോക്സി എന്ന് പറയുന്നു. ബെൻസ് ഉണ്ടാകുന്നത് സ്കൂബ ഡൈവേഴ്സിൻ്റെ കേസിലും അനോക്സി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകുന്നത് ഫോർ പീപ്പിൾ ലിവിങ് അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്, അതായത് മൗണ്ടൻ റീജിയനിലൊക്കെ താമസിക്കുന്ന ജനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു അസുഖം ഉണ്ടാവുക. മെഡിക്കൽ കണ്ടീഷൻ കോൾഡ് ആസ് അനോക്സിയ. സോ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു 3 പോയിന്റ്സിൽ ഏതെങ്കിലും 2 എഴുതാം, ക്ലിയർ ആയിട്ട് പഠിച്ചേക്കാം. ഹെൻറീസ് ലോ എഴുതി ആ 3 മാർക്ക് എന്തായാലും ഉറപ്പിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്.